വളർത്താറുണ്ടോ? ചിലപ്പോഴൊക്കെ. തന്നെത്താനെ ചെയ്യുവോ? ഏയ്, ഞങ്ങൾ കൂട്ടുകാരികളില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കും. പക്ഷേ ഇപ്പൊ എല്ലാവർക്കും മുടി ബോബ് ചെയ്ത് നടക്കാനാ ക്രേസ്. മുടി വളർത്താനും നോക്കാനും ഒക്കെ മെനക്കേടല്ലേ, അതിന്റെ മടി കൊണ്ടാവും. പാലുടിക്കാൻ നിർബന്ധിക്കാനാ? കോലമയിൽ പോൽ നീ വരുവായേ കൊഞ്ചുമൊഴിയേ അമേരി കൊള്ള. ആഹാ, കുഞ്ഞു ഇവിടെ ഇരിക്കുകയാണോ? ദേ, കുഞ്ഞിന്റെ മുറിയിൽ ഞാൻ പാല് കൊണ്ടു വെച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ കുഞ്ഞു പാല് കുടിച്ചിട്ടില്ല. ഞാൻ രാവിലെ എടുത്ത് കളയാ ചെയ്തത്. അത് ഞാൻ മറന്നുപോയതാ. അത് ശരി. അപ്പൊ ഇന്നലെ ഇവിടെ വന്നിരുന്ന് ലാത്തി അടിച്ച് എനിക്ക് വെച്ചിരുന്ന പാല് കുടിച്ചിട്ട് അത് വേസ്റ്റ് ആക്കി അല്ലേ? ഏയ്, അതൊന്നുമല്ല. ഇപ്പൊ 2 ഗ്ലാസ് പാല് ഒന്നിച്ചു കുടിക്കണം. പറ. 2 ഗ്ലാസ് ഒന്നും വേണ്ട, തൽക്കാലം 1 ഗ്ലാസ് കുടിച്ചാ മതി. അതിനു മുമ്പ് ദേവുട്ടിയമ്മയ്ക്ക് ഒരു സമ്മാനം ഞാൻ തരാം. സമ്മാനോ? എനിക്കോ? ദേവുട്ടിയമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന സമ്മാനാ. പക്ഷെ ഒരു കാര്യമുണ്ട്. ഇന്ദു ചേച്ചിയുടെ കയ്യില് കണ്ണടച്ച് തൊടാതെ ഇങ്ങനെ 25 പ്രാവശ്യം ചെയ്യണം. ആ, ഇത്രയല്ലേ ഉള്ളൂ. അതൊക്കെ ദേവിട്ട് കറിയാം. നോക്കണം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. അപ്പൊ എന്നെ പറ്റിക്കായിരുന്നല്ലേ? കുഞ്ഞ പോയി പാല് കുടിക്കണം. ഇത് കണ്ടോ, ഇന്ദു ചേച്ചിക്കുള്ള പാലടക്കം ഞാൻ കുടിച്ചു കഴിഞ്ഞു. പോരെ? ആണോ? சோதனை மேல் சோதனை போதுமடா சாமி, போதுமடா சாமி, போதுமடா. ഗുഡ് മോർണിംഗ്. ഉറക്കമാണല്ലേ? ഹലോ സർ. മനസ്സിലായില്ല. ഞാൻ കമ്പ്യൂട്ടറോ കമ്പ്യൂട്ടർ യൂണിവേഴ്സൽ മാരേജ് അലയൻസ് ബ്യൂറോയുടെ ഉടമസ്ഥൻ കല്യാൺ കുമാർ എന്ന് പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. മാരേജ് അസംബ്ലർ. കല്യാണം എന്ന് പറഞ്ഞത് മനസ്സിലായി, പിന്നെ അങ്ങോട്ടൊന്നും മനസ്സിലായില്ല. അനുയോജ്യരായ സ്ത്രീ പുരുഷന്മാരെ മനഃശാസ്ത്രപരമായി കമ്പ്യൂട്ടർ ഉപയോഗിച്ച് മംഗല്യ ചരടിൽ കോർത്തുവിടുന്നവൻ മാരേജ് അസംബ്ലർ. അപ്പൊ ബ്രോക്കർ? എന്നെ ബ്രോക്കർ എന്ന് വിളിക്കരുത്, മാരേജ് അസംബ്ലർ എന്ന് വിളിച്ചാൽ മതി. പിന്നെ ബ്രോക്കറെ അയ്യേ, വന്ന നിലയ്ക്ക് വെറുതെ പോണ്ട. വയസ്സ് 40, നക്ഷത്രം മൂലം. അത് വേണ്ട. സ്വത്ത് എന്ന് പറയാൻ ഇപ്പോ ഈ കാണുന്നതൊക്കെ. ഡേറ്റ് ഓഫ് ബർത്ത് കന്നി. കന്നിയാണെന്ന് കണ്ടപ്പോഴേ മനസ്സിലായി. ജനിച്ച വർഷം. കൊടുങ്കാറ്റുണ്ടായ കൊല്ലം. കൊടുങ്കാറ്റുണ്ടായ വർഷം സാരമില്ല, കണ്ടുപിടിച്ചോളാം. കൊടുങ്കാറ്റ്, സ്മാൾ പോക്സ്. 128. നിങ്ങൾക്ക് ബ്രഹ്മചര്യമാണല്ലോ കമ്പ്യൂട്ടർ വിധിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാ നിങ്ങൾ കല്യാണം കഴിക്കാൻ പറ്റില്ല. ഒരിക്കലും. ബാലേട്ടനെ കാണാനാണല്ലോ വന്നത്. അങ്ങേരോട് പറയാനുള്ളതൊക്കെ അവിടെ പറഞ്ഞോ. പിന്നെ നമ്മളിപ്പൊ ഇവിടെ പറഞ്ഞു ഒന്നും അവിടെ പറയണ്ട. നമ്മളിപ്പൊ ഇവിടെ പറഞ്ഞു ഒന്നും അവിടെ പറയണ്ട. നമ്മളിപ്പോ ഇവിടെ പറഞ്ഞതൊന്നും അവിടെ പറയത്തില്ല. ബ്രോക്കർ ബ്രോക്കർ ബ്രോക്കർ. എങ്ങനെയുണ്ട് നമ്മുടെ പാർട്ടി, മിസ് രേവതി മേനോൻ? പാവം കുട്ടി. ഇപ്പൊ ഒക്കെ തോന്നുന്നുണ്ടാവും കുറെ കൂടി നേരത്തെ വരാമായിരുന്നെന്ന്. പലർക്കും പല കാര്യങ്ങളും അങ്ങനെ. വളരെ വൈകിയേ തോന്നു കുറച്ചുകൂടെ നേരത്തെ ആകാമായിരുന്നെന്ന്. അതുകൊണ്ട് ഞാൻ അല്പം അഡ്വാൻസ് ആയി ചിന്തിക്കാം. എന്ത്? ഇവിടെ ഈ ക്ലിനിക്ക്, പേഷ്യൻസ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്റെ നല്ല സമയം മുഴുവൻ ചുമ കളയാ. ഒരു വീടും കുടുംബവും കുട്ടികളും ഒക്കെ നമുക്കും വേണ്ടേ? വേണ്ടെന്ന് ആരാ പറഞ്ഞത്? വേണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ വളരെ വൈകിക്കുന്നു എന്നൊരു പരാതിയുള്ളൂ. ഇവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ കഴിയാന്ന് പറഞ്ഞാൽ എന്തൊരു ബോറാണ്. ഇവിടുത്തെ ഈ പ്രശ്നങ്ങൾക്കിടയിൽ നമ്മുടെ കാര്യം എങ്ങനെ പറയാ? പറയാനുള്ള വാചകങ്ങളൊക്കെ നമ്മൾ രണ്ടുപേരും കൂടെ തയ്യാറാക്കണം. എന്നിട്ടൊരു ഡ്രാമാറ്റിക് സിറ്റുവേഷൻ ഉണ്ടാക്കി പ്രസന്റ് ചെയ്യണം. അറിഞ്ഞാൽ ബാലമ്മാവനായിരിക്കും കൂടുതൽ സന്തോഷം. ഇതൊരു കല്ലുകളി. അല്ല, ദേവൂട്ടി അന്വേഷിച്ചെന്ന് കേട്ടു. എന്താ കാര്യം? ഞാൻ ദേവൂട്ടിയല്ല, ദാസിപ്പിള്ളയാ. അതെയോ? അല്ല, അപ്പൊ ദേവൂട്ടി അന്വേഷിച്ചെന്ന് കേട്ടു. ഇനി ബാലമ്മന് വല്ല പ്രത്യേകിച്ചും അതൊക്കെ അവിടെ പോയി ചോദിച്ചോളൂ. ചോദിക്കണമെങ്കിൽ വന്നേ. നമ്മുടെ അസുഖം ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ ഭയങ്കര വേദനയാ. ദശാസന്ധികളിലൊക്കെ വേദനയാ. കൂടിയിട്ടേ കുറയുള്ളൂ. കുറഞ്ഞിട്ട്
പിന്നെ കൂടും. പിന്നെ കൂടിയാ പിന്നെ ഒട്ടും കുറയേയില്ല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഈ അസുഖത്തിന്. വാ പോവാ. കൂടിയിട്ട് കുറയുമ്പോ എന്തിനാ കൂടുമ്പോ കൂടുമ്പോ തനക്ക് കുറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതെ, ഈ പൊട്ടം കുഴിച്ചാതി എണ്ണ ഉണ്ടല്ലോ, അത് തേച്ച് കുടിച്ചാ പിന്നെ ഒരു ചുക്കുണ്ടാവില്ല. അയ്യോ കാലുമാണിയ അല്ല കോണി. പിന്നാരെ ചോദിക്കുക പോളോർന്നു എന്താ കിക്കിളിയുണ്ടോ? ദേവുട്ടിന്റെ എന്താ വൈദ്യരെ? എന്താ വൈദ്യരേന്നോ? ഇത്രയും തിരക്കുള്ള സമയത്ത് എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയിട്ട് എന്താ വൈദ്യരേ? 4 ദിവസമായി വല്ലാത്ത ഇളക്കം. എവിടെയാ വയറ്റിളക്കം? വിശപ്പുണ്ടോ? തീരെ ഇല്ല. തീരെ ഉണ്ടാവില്ല. ദാഹോ? നല്ല ദാഹം. ദാഹം കാണും. ഇല്ല, ഞാൻ അവിടെ കുത്തിക്കോളാം. ക്ഷീണം ഉണ്ടാവില്ല. ക്ഷീണോ? നല്ല ക്ഷീണം. എനിക്ക് നിക്കാൻ വയ്യ. നിക്കാൻ പറ്റില്ല. ഞാൻ ഇപ്പൊ ഇവിടെ തുപ്പി ഞാൻ. എനിക്ക് പോടാവുന്ന. ഞാൻ പിന്നെ 2 കൂട്ടം കഷായത്തിന് എഴുതിത്തരാം. പിന്നെ ഒരു ലേഖ്യവും ഒരു കുഴമ്പും. അല്ല, എന്തിനാ ഈ കുഴമ്പ്? വയറ്റിളക്കത്തിന് എന്തിനാ ഈ കുഴമ്പെന്ന്? എടാ, നിനക്ക് ഈ ആയുർവേദത്തെ കുറിച്ച് വല്ല കുന്തം അറിയാവോ? എടാ, ഈ കുഴമ്പേ പുറത്തു വരുത്താനല്ല, അകത്തേക്ക് സേവിക്കാനാ. ഈ പൂച്ചക്ക് എന്താ പൊന്നെടുക്കുന്നത് കാര്യം? കണ്ടോണ്ടിരിക്കാലോ. അങ്ങനെ കണ്ടോണ്ടിരുന്നാ മതി. മിണ്ടോ കുട്ടിയെ. എനിക്ക് കുറിപ്പിടുന്നതിന് മുമ്പ് നാടി പിടിച്ചൊന്ന് നോക്കണം. ചുമ്മാ നടക്കാത്ത കാര്യം പറയാതെ വൈദ്യരെ. എന്താ ഞാൻ നാടി പിടിക്കൊണ്ട് കാണാവുണ്ടോ ദേവുട്ടിക്ക്? പശുവിന്റെ വയറ്റിളക്കത്തിന് എന്റെ നാടി പിടിച്ച് നോക്കിട്ട് എന്താ കാര്യം വൈദ്യരെ? പശുവിന്റെ വയറിളക്കത്തിനാണ് നിങ്ങൾ ഇവിടെ കൊള്ളുന്നത്. അതിനെങ്കിലും മൃഗഡോക്ടറെ വിളിച്ചാൽ പോരായിരുന്നോ? നിങ്ങൾക്ക് മൃഗഡോക്ടർ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടല്ലോ ഡോക്ടറെ. ആ മാതാംകുട്ടിയെ വിളിച്ചത് നിങ്ങൾ എന്തെങ്കിലും ഏർപ്പാട് ചെയ്യാൻ പറ്റില്ലേ? പിന്നെ ആയുർവേദത്തെ പിടിച്ച് കളിച്ചാണ്ടല്ലോ ഉള്ള കാര്യം ഞാൻ പറഞ്ഞറിയാവോ? എന്താ 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 ഇവിടെ എന്താ വൈദ്യരെ? വാസിപ്പിള്ളേ, ദേവുട്ടി, ഇതെന്താണല്ലോ? അയ്യപ്പൻ പിള്ളേ, ഈ നിൽക്കുന്ന വ്യക്തി എന്നെ ദേവുട്ടിയെ കൊണ്ട് ചെകിട്ട തടിപ്പിക്കാൻ ഇപ്പൊ ഒരു ശ്രമം നടത്തി. ഞാൻ പുറത്തേക്കൊന്ന് പോവുക. വരുന്നുണ്ടോ? എനിക്ക് വക്കീലിനെ ഒന്ന് കാണും. ഞാനില്ല. ഇവിടെ നിന്നാ തടി കേടാവും. എന്നാ ഞാൻ വരാം. എന്നാ വാ. അയ്യോ. 1, 2, 3 ദിവസത്തിനകം ആ പശുവിന്റെ അസുഖം നിനക്ക് വരും. നിന്റെ വാഷതളയിൽ പോവും. അല്ല, ഈ അയ്യപ്പൻ പിള്ള എവിടേക്ക് പോയേ? പറഞ്ഞത് കേട്ടില്ലേ? വക്കീലിനെ കാണാൻ. നമ്മുടെ സ്വത്തുഭാഗത്തെ പറ്റി പറയാനാവൂല്ലേ? എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാണ്ടിരിക്കില്ല. അല്ല, നമ്മളല്ലേ ഈ വയസ്സുകാലത്ത് അങ്ങോരം. ഇതിന്റെ നേരെ മുന്നിലാ കായൽ. വൈകുന്നേരം ഒരു ഉച്ചയുറക്കമൊക്കെ കഴിഞ്ഞ് അച്ഛനും മോളും കൂടെ ഇവിടെ കാറ്റ് കൊള്ളാനിരിക്കും. ഇത്രയും വലിയ വീട് ഇവിടെ ഉള്ളപ്പോ എന്തിനാ പുതിയ വീട് പണിയിക്കുന്നത്? അതെന്റെ ഇഷ്ടം. എന്റെ മോക്ക് എങ്ങനെയുള്ള വീട് വേണമെന്ന് അച്ഛനാ നിശ്ചയിക്കുന്നത്. എന്തായാലും ഇപ്പം വക്കീലിനെ കണ്ടു. വിൽപത്രം മാറ്റി എഴുതണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനാ നിലവിലുള്ള വിൽപത്രം റദ്ദ് ചെയ്താൽ മതിയെന്നു. കാലശേഷം എല്ലാ സ്വത്തുക്കളും രേവതി കുഞ്ഞിന്റെ പേരിലായിക്കോളും. കാലശേഷമുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഇപ്പോഴത്തെ കാര്യമാണ്. അനാഥാലയങ്ങൾക്കും ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഒക്കെയായി മാറ്റിവെച്ചിട്ടുള്ളതടക്കം എല്ലാം എന്റെ മോളുടെ പേരിലാക്കണം. എന്നിട്ട് എന്റെ മോള് പറയുന്നത് പോലെ അനുസരിച്ച് ഞാൻ ഇവിടെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളാം. അതല്ലേ അതിന്റെ ഒരു സുഖം അയ്യപ്പൻ പിള്ളേ. കണ്ടോ, താൻ കാലശേഷം എന്ന് പറഞ്ഞത് അവൾ പിടിച്ചിട്ടില്ല. എന്തോ ഒരു മകളുടെ മുമ്പിൽ വെച്ച് അച്ഛന്റെ കാലം കഴിയുന്നതിനെ പറ്റിയൊക്കെ പറയാൻ പാടുണ്ടോ? ഇത്രയും നാളും ഇവിടെ ചുറ്റിപ്പറ്റി ഇന്നൊക്കെ വെറുതെ ആയിപ്പോയി. സ്വത്തുക്കളൊക്കെ മോളുടെ പേരിൽ എഴുതി വെച്ചേക്കാ. ഇയാൾക്കേ ഹാർട്ട് അറ്റാക്ക് അല്ല വരണ്ടേ, പണ്ടാറ് വസൂരി വരണം.
എന്റെ വായനൊന്നും കേട്ടാണ്ടല്ലോ പച്ചത്തറി വരുന്ന വയല് കള്ളനായര്. வீடு வரை உறவு, வீதி வரை மனைவி, காடு வரை பிள்ளை, கடைசி வரை யாரோ. കടശി വരെ നിന്റെ അച്ഛൻ മനുഷ്യന് സമാധാനമായിട്ട് കിടക്കുമ്പോഴുള്ള പാട്ടും കുത്തും. അല്ല ഭാസിപ്പിള്ള എവിടേക്കാ? ആറ്റിച്ചാടി ചാവാൻ എന്താ പോരുണ്ടോ? ഞാനില്ല. ഞമ്മനെ ഏയ് അങ്ങോട്ട് പോവായിരിക്കും. ചെല്ല് ചെല്ല്, ഇപ്പൊ കിട്ടും. ഞാനേ ഇത്രയും നാൾ ഇവിടെ കിടന്ന് ഇറങ്ങിട്ടേ ഒരു 10 സെന്റ് ഭൂമി പോലും എഴുതി തന്നില്ല. ആ ഈ നായർ വിചാരം കൊമ്പത്താന്നാ. ഞാനേ തനി തറയാ. പിന്നെ ഞാനൊരു കാര്യം പറയാം, ഈ ബാലമേന എന്റെ ആരുമല്ല. ആ ഞാനിവിടെ വന്നതേ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ടാ. ഞാൻ വിചാരിച്ചില്ല ഇയാൾ ഇത്ര വലിയ നാറിയാണെന്നുള്ളൂ. പിന്നെ ഞാൻ ഇപ്പൊ ഇവിടെ പറഞ്ഞതൊക്കെ അവിടെ പോയി പറയുന്നോണ്ട് എനിക്കൊരു വിരോധമില്ല. ഞാൻ ഇപ്പൊ ഇവിടെ പറഞ്ഞതൊക്കെ അവിടെ പോയി പറയുന്നോണ്ട് എനിക്കൊരു വിരോധമില്ല. താൻ ഇപ്പൊ പറഞ്ഞതൊക്കെ അവിടെ പോയി പറയുന്നോണ്ട് എനിക്ക് വിരോധമുണ്ട്. ബാലമേന മാത്രല്ല ഈ നാട്ടിൽ പണക്കാരായിട്ടുള്ളത്. വേറെ പണക്കാർ ഈ നാട്ടിലുണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടു. സാർ മാരേജ് അസംബ്ലറോ? വരൂ, ഇരിക്കൂ. ഇനി എന്നെ മാരേജ് അസംബ്ലർ എന്ന് വിളിക്കണ്ട, ബ്രോക്കർ എന്ന് വിളിച്ചാ മതി. അതെന്താ? നാട്ടിലുള്ള ജ്യോത്സ്യന്മാരും ബ്രോക്കർമാരും എന്തിനധികം രക്ഷകർത്താക്കള് വരെ എന്റെ കമ്പ്യൂട്ടറിനെതിരായി സർ. ഓഹോ. നാടോടുമ്പം നടുവേ ഓടടാ എന്ന് മനസാക്ഷി പറഞ്ഞു സർ. അതുകൊണ്ട് ഞാൻ ബ്രോക്കർ എന്ന പേര് സ്വീകരിച്ചു. അത് ശരി. ഇപ്പോ ജാതകത്തിലൊക്കെ വിശ്വാസമുണ്ടോ? അയ്യോ, എനിക്കിപ്പോ അതിലേ വിശ്വാസമുള്ളൂ സർ. എനിക്കിപ്പോ ദരിദ്ര യോഗമാണ്. 3.25 വർഷം. ഞാനിപ്പോ എന്താ വേണ്ടത്? സാറിന്റെ മകളുടെ കല്യാണം കഴിഞ്ഞോ? ഇല്ല. അയ്യോ, എന്നാ ജാതകക്കുറിപ്പൊന്ന് കിട്ടിയാ ഒന്ന് നോക്കിച്ച് പറ്റിയ ബന്ധമൊന്ന് ആലോചിക്കാമായിരുന്നു. നോക്കാം. പിന്നെ കല്യാണത്തിന് പാചകത്തിന്റെ കോൺട്രാക്ട് കൂടി ഇപ്പൊ ഞാൻ എടുക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇനിയുള്ള കാലം അധ്വാനിച്ച് ജീവിക്കണമെന്നാണ് എന്റെ ഉദ്ദേശം. എന്റെ ഉദ്ദേശത്തിൽ ശുദ്ധിയില്ലേ സാർ? ഉണ്ട്, വേണ്ടോളം ഉണ്ട്. അയ്യോ, അത് മതി സാർ. സാർ, തിരിച്ചു പോകാനുള്ള വണ്ടിക്കൂലി എടുത്തില്ല. ഒരു 5 രൂപ. അയ്യപ്പൻ പിള്ളേരുന്ന് വാങ്ങിച്ചോളൂ. ഓ